നിയമങ്ങൾ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഞാൻ ഈസി വേ ആണ് കണ്ടെടുത്തത്, നിങ്ങൾക്ക് എളുപ്പം. നമുക്കിനി അതെല്ലാ നിയമങ്ങളൊക്കെ പഠിച്ചിട്ട് പരിശുദ്ധ റമദാൻ എത്തിക്കഴിഞ്ഞില്ലേ, നമുക്ക് ഓതാൻ പറ്റൂലല്ലോ നിയമം. ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് അർത്ഥ വ്യത്യാസം ഇല്ലാതെ അൽഹംദുലില്ലാ ഇൻഷാ അല്ലാഹ് പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഓതാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഹുറൂഫുൽ കലക്കലത്ത്. ഹുറൂഫുൽ കലക്കലത്ത് എന്ന് പറഞ്ഞാൽ നാവിനൊന്ന് അമർത്തി ഉച്ചരിക്കേണ്ട 5 അക്ഷരങ്ങളുണ്ട്. 28 അക്ഷരം 5 അക്ഷരങ്ങളെ ഒന്ന് അമർത്തി ഉച്ചരിക്കണം. കോഫ് 5 അക്ഷരങ്ങൾ സുക്കൂൻ വന്നാൽ കോഫ്, തോ, ബാ, ജീമ്, ദാല്. ഇതിന് ചേർത്ത് പറയുമ്പോൾ കുത്തുബ് ജദ് എന്ന് പറയും. കുത്തുബ് ജദ്. കുത്തുബ് ജദ്. എങ്ങനെ അമർത്തി? നമ്മളിപ്പോൾ അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു സമദ്. ഇതുപോലെ ദാലിന് സുക്കൂൻ വരുമ്പം ഒന്ന് നമ്മൾ അമർത്തി ഉച്ചരിക്കണം. അഹദ്. ഉദാഹരണം വഖബ്, വഖ്ത്, ഖാഫ് വഖ്, വഖ്. വഖ്ത് ഇങ്ങനെ വരും. ബാക്കി സുക്കൂൻ, ഖാഫിന് സുക്കൂൻ ഇങ്ങനെ വരുമ്പോഴത്തെ നമ്മൾ നാവിനൊന്ന് അമർത്തി ഉച്ചരിക്കണം. മുജിരിമീൻ. ജീമിന് സുക്കൂൻ വരുമ്പോൾ മുജിരിമീൻ. ഖിത്മീർ. ഖിത്ത്. താക്ക് സുക്കൂൻ വന്നാൽ ഖിത്ത് എന്ന് പറയണം. ഖിത്മീർ. ഇങ്ങനെ ഉച്ചരിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ ഹുറൂഫുൽ കലക്കലത്തിൻ്റെ അക്ഷരങ്ങളൊന്ന് അമർത്തി ഉച്ചരിക്കേണ്ട, സുക്കൂൻ വരുമ്പോൾ അമർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ 6ആണ്. അതിന് കുത്തുബ് ജദ് എന്ന് പറയും. ഈ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇപ്പം സൂറത്ത് ഇഖ്ലാസും സൂറത്ത് നാസ് ഫലക്കൊക്കെ ഓതുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ അക്ഷരങ്ങൾ ഇങ്ങനെ വരും സുക്കൂനുള്ളത്. അന്നേരം നാവിനൊന്ന് അമർത്തി ഉച്ചരിക്കണം. അപ്പോൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഉണ്ട്. കാഫിന് സുക്കൂൻ വരുമ്പോൾ എന്ന് ഉച്ചരിക്കണം. ശ്രദ്ധിക്കണം. നിയമങ്ങൾ അത്യാവശ്യം നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയുള്ള എളുപ്പവഴിയുള്ള നിയമങ്ങൾ പെട്ടെന്ന് പഠിപ്പിച്ചെന്നേ ഉള്ളൂ. തജ്വീദുൽ ഖുർആൻ എന്ന ഒരുപാട് നിയമങ്ങൾ പഠിക്കാനുണ്ട്. ഇനി അടുത്തത് മദ്. അതൊക്കെ യൂട്യൂബിലൊക്കെ പോയാൽ ഒരുപാട് നിയമങ്ങൾ അലിമീങ്ങൾ പറഞ്ഞിട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്കെടുത്ത് പഠിക്കാൻ പറ്റും. മദ്ദെന്ന് പറഞ്ഞാൽ ദീർഘാക്ഷരം. ദീർഘാക്ഷരം എന്ന് പറഞ്ഞാൽ അതാ ഖുർആനിൽ ഇങ്ങനെ കാണും. കണ്ടിട്ടുണ്ടോ? ഇതിന് ദീർഘാക്ഷരം എന്ന് പറയുന്നത്. അലിഫ് ലാം മീം. ഓന്ന് കേട്ടിട്ടില്ലേ? ഹാമീം. നമ്മൾ എന്ന് ഓന്ന യാസീൻ. ഹാമീം. അതുപോലെ യാസീൻ നമ്മൾ ഓതുമല്ല, യാസീൻ ഓതുമ്പോഴത്തേക്ക് ആ സീൻ്റെ മുകളിലൊരു മദ് നമ്മൾ കണ്ടിട്ടില്ല, ഞാൻ നീളത്തിനുള്ള വര. നമ്മൾ യാസീൻ ഇങ്ങനെ വര കണ്ടാൽ ഒരു 4-5 ഹറക്കത്ത് നീട്ടുന്ന അത്രയും സമയം. 4-5 ഹറക്കത്ത്. 1 2 3 4 5 ഇത്രയും ഹറക്കത്ത് നീട്ടുന്ന അത്രയും സമയം നീട്ടണം. അല്ലെങ്കിൽ ഒരു 5 വിരൽ മടക്കുന്ന 4-5 വിരൽ മടക്കുന്ന അത്രയും സമയം നീട്ടിക്കൊണ്ടിരിക്കണം. അപ്പം യാസീൻ ഇത്രയും നീട്ടണം. അലിഫ്
അലിഫ് ലാം മീം 5 5 10 വിരൽ മടക്കുന്ന അത്രയും സമയം ലാമിനും മീമിനും കൂടെ എടുക്കണം. അതിനാണ് മദ്ദെന്ന് പറയുന്നത്, ദീർഘിക്കാനുള്ളത്. ഇത് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ ഇന്നുകൊണ്ടേയിരിക്കും. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖുൽ യാ ഇങ്ങനെ 5 വിരൽ മടക്കുന്ന അത്രയും സമയം നീട്ടിയിട്ട് വേണം അയ്യു എന്ന് എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, യാ അയ്യുൽ കാഫിറൂൻ എന്ന് പറയുമ്പോൾ ഹംസ് എന്ത് ചെയ്യും, സൈലൻ്റ് ആയിപ്പോവും, അർത്ഥ വ്യത്യാസം വരും. അതിനാണ് മദ്ദ് കൊടുക്കുന്നത്. ഇനിയിപ്പം ഉലൈക ഒരു ഉദാഹരണം എഴുതാം. അതിന് ഉലൈക ആയിക്കോട്ടെ. പിന്നെ മുത്തസിലെന്ന് പറയും. മദ് മുദ്ദസിലെന്ന് മുൻഫസിൽ, അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഞാൻ ചുരുക്കി ഇങ്ങനെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് എഴുതി നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. കുട്ടികൾ കാണും, പിന്നെ ഖുർആൻ്റെ അക്ഷരം പോലും തെളിയാത്ത ഉമ്മമാർ കാണും. എല്ലാവർക്കും അറിവുള്ളവരും നിയമം പഠിച്ചവരും പഠിക്കാത്തവരും നമ്മൾ എല്ലാവരും ഉണ്ടാവും. അറിയാവുന്നവരും അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഈ നിയമം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഉലൈക സൂറത്ത് ബക്കറയൊക്കെ ഓതുമ്പോൾ ഇങ്ങനെ കാണും. ലാമിനുണ്ട് ലാമ. എന്നാൽ നമ്മൾ എത്ര വിരൽ നീട്ടുന്ന എത്ര നീട്ടണം? ഉലൈക എങ്കിൽ ഹംസിന് നമുക്ക് ക്ലിയറായിട്ട് ഈന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ രണ്ടാമത്തത് ഒരു ഉദാഹരണം കൂടെ എഴുതാം. നമ്മൾ 5 വഖത്ത് നമസ്കാരത്തിലും ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. ഉണ്ടോ? വലല്ലാലീൻ ലീമല്ല വലല്ലാലീൻ. അപ്പോഴിവിടെ എന്താണ്, നമ്മളിപ്പം 5 വഖത്ത് നമസ്കാരത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നുണ്ട്. അപ്പോൾ ഷദ്ദെന്ന് പറയുന്നത് 2 അക്ഷരമാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ ലാദിൻ്റെ മുകളിൽ മദ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 6 ഹറക്കത്ത് നീട്ടുന്ന അത്രയും സമയം എടുക്കണം. 6 ഹറക്കത്ത് അല്ലെങ്കിൽ 6 വിരൽ മഴക്കുന്ന അത്രയും സമയം. വലല്ലാലീൻ എങ്കിൽ മാത്രമേ ലാമിൻ്റെ ഷദ്ദ് കിട്ടത്തുള്ളൂ. നിങ്ങൾ മദ് പറയാതെ ഒന്ന് ഈ നീട്ടാതെ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് ഓതി നോക്കിയാൽ വലല്ലാലീൻ എന്ന് പറഞ്ഞു നോക്കേ. വലല്ലാലീൻ. അപ്പോഴെന്തൊക്കെ ഇവിടെ സംഭവിച്ചത്? ലാദിൻ്റെ ഷദ്ദ് പോയി, ലാമിൻ്റെ ഷദ്ദ് പോയി, അർത്ഥ വ്യത്യാസം വന്നു. നമ്മളിങ്ങനെ ഈ മദ് ഇത്രയും നേരം നമ്മൾ നീട്ടിയെങ്കിൽ മാത്രമേ ലാദിൻ്റെ ഷദ്ദും കിട്ടൂ, ലാമിൻ്റെ ഷദ്ദും കിട്ടൂ. അതിന് ഞാനൊരു ഉദാഹരണം മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേ. ഇത് നമ്മളെന്ത് പറയും? വളം അല്ലേ? ഇതെന്ത് വെച്ചിരിക്കും? വള്ളം. അർത്ഥം മാറിയത് കണ്ട? വളം എന്തിനു ഉപയോഗിക്കുന്നതാ? കൃഷിക്കൊക്കെ. വള്ളമാണെങ്കിൽ തുഴയാനും യാത്ര ചെയ്യാനൊക്കെ അല്ലേ? കുട, കുട മഴയുമ്പം പിടിക്കാനും, കുട്ടയാണെങ്കിൽ സാധനങ്ങളൊക്കെ വരാനും മണ്ണ് പോരാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നതാണ് കുട്ട. അർത്ഥം മാറിയത് കണ്ട? ഇതുപോലെ ഇത് മലയാളത്തിലാണെങ്കിൽ ഒരക്ഷരവും കൂടെ കൊടുക്കും കട്ടിക്ക് പറയാൻ, ഇരട്ടിയാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇംഗ്ലീഷിലാണെങ്കിലും ഒരക്ഷരവും കൂടെ കൊടുക്കും. നമ്മളെ പരിശുദ്ധ ഖുർആനിലാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഷദ്ദ്, ഇങ്ങനെ ഒരു ഷദ്ദ് കൊടുക്കും. ഈ ഷദ്ദ് കൊടുക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, 28 അക്ഷരങ്ങളിൽ 27 അക്ഷരം അനുഭവിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും ഇങ്ങനെ ഷദ്ദ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഷദ്ദ് കണ്ടാൽ മനസ്സിലാക്കണം 2 അക്ഷരമാണ്, അത് ഒന്ന് കട്ടിക്ക് പറയണമെന്ന്. അതിൽ പ്രത്യേകത മീമിനും 28 അക്ഷരത്തിലെ മീമിനും നൂനും ഷദ്ദ് വന്നാൽ
അതിനൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മണിച്ച് അന്ന് മൂളി മണിച്ച് ആ ഷദ്ദിനെ നമ്മൾ പറയണം. നൂനിന് ശബ്ദം വന്നാൽ ഇന്ന. ബാക്കി എല്ലാ അക്ഷരങ്ങൾക്കും ത ബ ജ ഹ സ്വ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. പക്ഷേ ഈ 2 അക്ഷരങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. മീം നൂൻ ആദ്യമേ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നിയമങ്ങൾ. ഇനി ഞാനാണെങ്കിൽ ഫാത്തിഹ ഒന്ന് ഓതാം.